ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക. ഇന്ന് നമ്മൾ കാണുന്നത് ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഉടമ്പടി നമ്മൾ ഇപ്പോഴും ഏറ്റവും അവസാനമായി വന്നിരിക്കുന്നത് ഉടമ്പടി സിൽവർ ഗ്രേ ആണ്. അങ്ങനെ ഓരോ ബ്രാൻഡ് ചെയ്യുന്നതല്ല. അതായത് ഉടമ്പടി ഒന്നാം വർഷം പൂർത്തിയായിട്ട് ചിലർ രണ്ടാം വർഷത്തിലേക്ക് പുതുക്കി പ്രവേശിക്കാം. അപ്പോൾ അവരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ അവർക്ക് നീല കളറുള്ള ഉടമ്പടി പേപ്പർ കൊടുക്കുന്നത്. ചിലർ ഉടമ്പടി ഒരു അഭിഷേകമായി കിട്ടിക്കഴിഞ്ഞാൽ അവർക്കതൊരു ജീവിത രീതിയായിട്ടൊക്കെ മാറും. അങ്ങനെ സാക്ഷ്യം പറയുന്നുണ്ട് ആൾക്കാർ, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. അപ്പോൾ അതിൽ ഭയങ്കര കൊതിയോടെ ഉടമ്പടിയുടെ തണലിലും സംരക്ഷണത്തിനും അവർ നിലനിൽക്കും കുടുംബസമേതം. അപ്പോൾ അവരൊക്കെ ഉടമ്പടി ഈ ധ്യാനം തന്നെ ഉടമ്പടി ധ്യാനം ചിലർ 10 മിനിറ്റ് സമയം പോലെ അടുത്ത 10 മിനിറ്റ് വേറെ ദിവസം അങ്ങനെ കൂടും, അതും കുഴപ്പമില്ല. ചിലർ വീട്ടിലെ എല്ലാവരും വരാൻ വേണ്ടി കാത്തിരിക്കും. എന്നിട്ട് ഒരു സമയം ഫിക്സ് ചെയ്തിട്ട് മൊബൈൽ TV കണക്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി ആ 2.5 മണിക്കൂർ ഇരുന്നാണ് ധ്യാനം കൂടുന്നത്. അങ്ങനെയുള്ള ഫാമിലിയുമുണ്ട്. ഉടമ്പടി വ്യത്യസ്തമായ അഭിഷേകമാണ്. അപ്പോൾ അത് ശരി, ഇത് ശരി, ഇത് തെറ്റ്, അങ്ങനെയൊന്നും അച്ഛൻ പറയണില്ല. ഓരോരുത്തരുടെ ജീവിത രീതികളും അവൻ്റെ സൗകര്യങ്ങളനുസരിച്ച് വ്യത്യസ്തങ്ങളായ അഭിഷേകമാണ് ആൾക്കാർക്ക് കിട്ടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അങ്ങനെ വരുമ്പോൾ അവരതിൻ്റെ അകത്ത് നിന്ന് മാറാൻ ആഗ്രഹിക്കത്തില്ല. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കായിട്ട് നമുക്ക് നൽകുന്നത് പ്രൊട്ടക്ഷനാണ്. പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് സംരക്ഷണം. ഉടമ്പടി ഏറ്റവും വലിയ, ഞാൻ ഇന്നുവരെ സാക്ഷ്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒരു ദിവസം നമ്മളൊക്കെ എല്ലാവരും 20 സാക്ഷ്യം വെച്ച് 10 ദിവസം 200 സാക്ഷ്യം, അങ്ങനെ 600 ഗ്രേഡഡ് സാക്ഷ്യങ്ങളാണ് ഒരു മാസം നമ്മൾ കേൾക്കുന്നത് ഇവിടെ. അപ്പോൾ ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളെയും ഉടമ്പടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അത് വലിയൊരു ഭാഗ്യമാണ്. ഞാനീ ശുശ്രൂഷ തുടങ്ങിയത് 84 തുടങ്ങിയതാണ്. ധ്യാന ശുശ്രൂഷ തുടങ്ങിയത് അന്ന് മുതൽ അത് എല്ലായിടത്തും മലയോരങ്ങളിലും ഇന്നിപ്പോൾ അട്ടപ്പാടി നമ്മൾ വലിയ ഒരു ധ്യാന കേന്ദ്രം നമ്മുടേതുണ്ട്. അത് അച്ഛൻ അവിടെ തുടങ്ങുന്നതിന് മുമ്പ് 93 ഞാൻ അട്ടപ്പാടി പോയി വെളുപ്പിന് ധ്യാനിച്ചിട്ടുണ്ട്. അച്ഛൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് 90 അത് ഒരു 2000 അടുത്താണ് അത് തുടങ്ങണമെന്ന് തോന്നണത്. പക്ഷെ 93 ഞാൻ അട്ടപ്പാടി ചെല്ലുമ്പോൾ മൊട്ടക്കുന്നുകളാണ് അവിടെയെല്ലാം. ഇന്ന് കാണുന്ന പച്ചപ്പൊന്നുമില്ല. അന്ന് അട്ടപ്പാടിക്കാർ ഇവിടെ വരുമ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പള്ളിത്തോട്ട് വരുമ്പോൾ പറയണത് ഞങ്ങൾ തീർന്നച്ചാന്ന് പറഞ്ഞു. മുളക് കുടികളെല്ലാം ഉണങ്ങിപ്പോയി, അതുപോലെ തന്നെ ഏലമെല്ലാം ഉണങ്ങിപ്പോയി, കുന്നെല്ലാം മുട്ടക്കുന്നായി പോയെന്ന് പറയും. അപ്പോൾ അവിടെ അപ്പോൾ ഞാൻ കടലോരത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കർത്താവ് മലയോരത്തേക്ക് എന്നെ വിളിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അട്ടപ്പാടി പോയി. വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ടാണ് പോയത്, 10-16 പേരൊക്കെയാണ് പോയത്. അവിടെ കുറേ നാളുകളായിട്ട് ഇന്നിപ്പോൾ നമുക്ക് മഴ മാറാതെ നിൽക്കുന്ന കാരണം നമുക്ക് മഴ തന്നെ ഒരു വലിയൊരു ബാധ്യതയായിട്ട് മാറുകയും. പക്ഷെ അന്ന് അങ്ങനെ അല്ലായിരുന്നു. 93-92 കാലഘട്ടങ്ങളിലൊക്കെ മഴ കുറവായിരുന്നു. പൊതുവെ മഴ കുറവാണ്. അട്ടപ്പാടിയിൽ മഴ പെയ്തിട്ട് മാസങ്ങളായി. ഏലത്തിനൊക്കെ നമുക്കറിയാമല്ല, ഒരു തണുപ്പ്, ആ ഒരു അന്തരീക്ഷം കുറഞ്ഞ ഉടനെ അത് മഞ്ഞ നിറം കാണിക്കും. ഉടനെ ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഹെലികോപ്റ്ററിന് മഴ പെയ്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിന് 20,000 രൂപ വെച്ച്, മണിക്കൂറിന് 20,000 രൂപ വെച്ച് ശാന്തമ്പാറ ധ്യാനിപ്പിക്കണ 2003-2004 ഘട്ടങ്ങളിൽ. അപ്പോൾ മണിക്കൂറിന് 20,000 രൂപ വെച്ച് ഹെലികോപ്റ്ററിൽ ഏലത്തോട്ടങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, മഴ പെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്രിമ മഴ. അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇതുപോലെ വലിയൊരു ക്ലൈമറ്റ്, കാലാവസ്ഥ നമ്മളെ ചതിക്കും. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നമുക്ക് ഈ ഭരണമൊന്നും എത്താത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അത് വലിയൊരു സംഭവമാണ്. ഭരിക്കുന്നവർ വിചാരിക്കും ചിലപ്പോഴേ അവർ പറഞ്ഞ പോലെ അവരുടെ ഒക്കത്താണ് ജനം മുഴുവനെന്ന്. ആരുടെയും ഒക്കത്തില്ല. കാലാവസ്ഥ എന്ന് പറഞ്ഞ സംഭവം അല്പം ഒന്ന് മാറി, ഗതി മാറിയാൽ എല്ലാം അങ്ങോട്ട് മാറണ കാണാം. മൊത്തം മാറും.
ഒന്നും നമ്മുടെ കൈപ്പിടി നിൽക്കത്തില്ല. പ്രളയം വരെ ഇപ്പോൾ എല്ലാത്തിനും രക്ഷപ്പെടാൻ വേണ്ടി 2-3 വാക്കുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ അധികാരികൾ. ഒന്ന് മേഘവിസ്ഫോടനം, പിന്നെ തീർന്നില്ലേ, എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നവർ രക്ഷപ്പെടും. മേഘവിസ്ഫോടനമല്ലേ അത്. ഹൈ റേഞ്ചിലെ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്യണ ഒറ്റ വാക്ക് വെച്ചാൽ മേഘവിസ്ഫോടനം. ഉള്ള പൊട്ടി, ജീവിതവും പോയി, വീട് പെരയുടെ ഭൂമിയുടെ അടി ആണ്ടുപോയാലും ഇവർ തടി ഉയരണത് മേഘവിസ്ഫോടനം പറഞ്ഞാൽ. മേഘവിസ്ഫോടനം എന്ന് പറയണത് ഹെവി റെയിനിങ് പണ്ടും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നെപ്പോഴും ഇത് മനസ്സിലാക്കാത്ത രീതിയിലുള്ള അതിൻ്റെ ഇരകളായിട്ടുള്ള ആൾക്കാരെ ശാശ്വതമായി സംരക്ഷിക്കുന്ന നടപടിക്രമങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതിൽ അധികാരികൾക്ക് ദൈവികമായ ഒരു ബോധവും ചിന്തയും ഒക്കെ കുറവായത് കാരണം വിശ്വാസികൾക്ക് മാത്രമേ ഈ രാജ്യത്തെ നിലനിർത്താൻ പറ്റത്തുള്ളൂ. കാര്യം പകുതി മുക്കാൽ കാര്യങ്ങളും ദൈവികമായ കാര്യങ്ങൾ, ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വിഷമിക്കുന്ന, തീരദേശമൊക്കെ വിഷമിക്കണ എന്താ കാര്യം? മനുഷ്യനിർമ്മിതമായിട്ടുള്ള കോർപ്പറേറ്റ് ദുരന്തങ്ങൾ കൊണ്ട് തീരം ഡിബവർ വിഴുങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കി, കടലിനെ കൊണ്ട് വിഴുങ്ങി കമ്മീഷൻ അടിച്ചു മാറ്റി തീരത്തെ കടലിലേക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തീരത്ത് നിലനിൽക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇത് എന്തുകൊണ്ട് വി ഷുഡ് റിലേ അപ്പോൺ ദി ഫെയ്ത്ത്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അധികാരികളെ പ്രതികൂട്ടിലാക്കുകയല്ല, അവർ നിസ്സഹായരാണെന്ന് ഞാൻ പറയുകയാണ്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മളെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. അതെപ്പോഴും നമ്മൾ സങ്കീർത്തനം മാത്രം പാടിയാൽ പോരാ, അത് ഹൃദയം കൊണ്ട് മനസ്സിലാക്കണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേറ്റ് പറഞ്ഞ നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. പറഞ്ഞോളൂ. 121 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ. സങ്കീർത്തനം 121 1-2 തിരുവചനങ്ങൾ. അതാണിപ്പോൾ ഈശോ നാവിൽ തന്നത്. എന്താണത്? പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. ഏറ്റു പറഞ്ഞേ. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ഒന്നുകൂടി പറഞ്ഞേ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ഇവിടെ ഒരു വിഷയം കണ്ടില്ലേ? എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എവിടുന്നാണ് വരുന്നത്? കർത്താവിൽ നിന്ന്. എങ്ങനെയുള്ള കർത്താവാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സങ്കീർത്തനം 121:4 വായിക്കില്ലേ? ഭൂമി കർത്താവിനെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ബൈബിൾ ഉടനെ പറയും ദ ലോർഡ് ഗോഡ് ഹു ക്രിയേറ്റഡ് ഹെവൻ ആൻഡ് എർത്ത്. ആകാശവും ഭൂമിയും. നമുക്കറിയാവില്ല, നമുക്ക് നിൽക്കണമെങ്കിൽ ഭൂമി വേണം, നടക്കണമെങ്കിൽ സമയം വേണം. മൂവ്മെൻറ്റ്സ് എല്ലാം നടക്കുന്ന സമയത്തിലാണ്. നിങ്ങളുടെ സംഭവങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. മനുഷ്യൻ്റെ ജോലി കർമ്മങ്ങളെല്ലാം നടക്കുന്നത് സമയത്തിലാണ്. അവനായിരിക്കുന്നത് ഒരു സ്ഥലത്തിലാണ്. ഭൂമി എന്ന് പറയുന്നത് സ്ഥലമാണ്. നമുക്ക് കത്തൊക്കെ എഴുതത്തില്ലേ? കത്തൊക്കെ എഴുതുമ്പോൾ എന്താണ്? പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതും അല്ലേ? അതാണല്ലോ സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഈവൻറ്റ്സ് ഹാപ്പൻ ചെയ്താൽ അതിന് ഒരു സ്ഥലമുണ്ടാകണം, പിന്നെ എന്താണ്? ഒരു സമയമുണ്ടാകണം. നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, നിങ്ങളുടെ പ്രൊമോഷൻ, നിങ്ങളുടെ രോഗസൗഖ്യം എല്ലാം നടക്കുന്നത് ഈ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും തലത്തിലാണ് നടക്കുന്നത്. സമയത്തിലും സ്ഥലത്തിലും. ഇനി ഈ സമയവും സ്ഥലവുമാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുകയോ
നമ്മളെ അടിമപ്പെടുത്തുക ചെയ്യുന്ന ഏജൻറ്റ് സ്ഥലവും സമയവുമാണ്. ഒന്നെങ്കിൽ സ്ഥലം നമ്മൾ അടിമപ്പെടുത്തും, അല്ലെങ്കിൽ സമയം നമ്മളെ അടിമപ്പെടുത്തും. ഇപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാനഡയിൽ പോണത്? നിങ്ങൾ എന്തുകൊണ്ടാണ് UK പോണത്? ഈ സ്ഥലം നിങ്ങൾക്ക് അനുകൂലമല്ലാതെ മാറുന്നത് കൊണ്ടാണ്. ക്ലിയർ അല്ലേ? അല്ലേ? ഈ സ്ഥലം നിങ്ങൾ താമസിക്കുന്ന ദൈവത്തിൻ്റെ സ്വന്തം നാട്, അല്ലെങ്കിൽ ഇപ്പോൾ ഡോഗ് സോൺ കൺട്രി എന്ന് പറയുന്ന പട്ടികളുടെ സ്വന്തം നാട് അല്ലേ? കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണില്ലേ? എന്തുമാത്രം പട്ടികളാണ്! കുഞ്ഞുകുട്ടികളെയൊക്കെ ഓടിച്ചൊരു പട്ടി കടിക്കണി, എന്നിട്ട് യാതൊരു റെസ്പോൺസും റിയാക്ഷനും ഇല്ല. അപ്പോഴേ എന്ന് വെച്ചാൽ പട്ടികൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ പോലും മറ്റ് എന്തെല്ലാം മൃഗങ്ങളൊക്കെ ഉണ്ട് ഈ ലോകത്ത് ഇല്ലേ? പക്ഷികളൊക്കെ ഇല്ല, അതുകൊണ്ട് സംസാരിക്കണില്ല എന്നും പറഞ്ഞ് ഇപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടില്ലേ? എനിവേ, അപ്പോഴേ സ്വാഭാവികമായും മനുഷ്യൻ്റെ ഇൻട്രസ്റ്റുകളും താല്പര്യങ്ങളും മീഡിയ ഹൈലൈറ്റേഷൻ ഒക്കെ എല്ലാം വ്യത്യസ്തമായിട്ട് കാലങ്ങളിൽ വ്യത്യസ്തമായ മനുഷ്യനേക്കാൾ ചിലപ്പോൾ പട്ടികൾക്ക് പ്രാധാന്യം കിട്ടും. അത് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് മനുഷ്യനേക്കാൾ പ്രാധാന്യം. ചിലപ്പോൾ അതാണ് റേറ്റിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പട്ടിയുടെ പുറകെ പോയിക്കൊള്ളും. എല്ലാവരും സാംസ്കാരിക നേതാക്കന്മാരും എല്ലാം പട്ടിയുടെ പുറകെ പോകും. മനുഷ്യൻ അവിടെ വിഴിഞ്ഞത്ത് വീട് നഷ്ടപ്പെട്ട് അവിടെ ഗോഡൗണിൽ താമസിക്കുകയും ചെയ്യും ഇല്ലേ? ഗോഡൗണിൽ താമസിക്കുന്ന 4 കൊല്ലമൊക്കെ താമസിക്കുകയാണ്, തെരുവിലൊക്കെ താമസിക്കില്ലേ ആൾക്കാർ. അവർക്ക് ഇന്ന് പട്ടികളുടെ വില പോലും ഇല്ലാത്ത രീതിയിൽ മീഡിയ ബ്രെയിൻ വാഷ്ഡായി നമ്മൾ എല്ലാവരും അല്ലേ? പക്ഷി ചത്തപ്പോഴൊക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ. ഇപ്പോൾ 3 കേസായി. പക്ഷി ചത്തപ്പോഴേ കേസ് എടുക്കേണ്ടെന്നല്ല പ്രശ്നം, മനുഷ്യനിവിടെ ദ്രവിച്ച് തീരാനായല്ലോ, അതിനെതിരെ കേസില്ലല്ലോ, കടപ്പുറത്ത് പോലും വന്ന് നോക്കണില്ലല്ലോ. അപ്പം മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടുകൾ ഓരോരോ കാലത്ത് അധികാരികളുടെ താല്പര്യവും അവിടെ നിലനിൽപ്പ് അനുസരിച്ചുകൊണ്ട് മാറുമ്പോൾ നമ്മൾക്ക് ദൈവം മാത്രമേ ഉള്ളെന്ന് പറയുകയാണ്. കൈയിട്ടിച്ച് കർത്താവേ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ ഒരു ബോധം നമുക്കിപ്പോൾ ആരുണ്ടായാലും, സർക്കാരുണ്ടായാലും പട്ടാളം ഉണ്ടായാലും സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടായാലും ബേസിക്കായിട്ട് ഒരു വ്യക്തിയുടെ നിലനിൽപ്പിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താ? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിൽ നിന്നാണ് എനിക്ക് സഹായം ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? ഫസ്റ്റ് റെഫറൻസ് ആൻഡ് പ്രിഫറൻസ് എന്താണ്? ദൈവമായിരിക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷി എനിക്ക് ഭയങ്കര അതിൽ ജോർജ് പയ്യൻസാണ്, ഒരു ഡിഗ്രി സ്റ്റുഡൻ്റാണെന്ന് തോന്നുന്നു. അതിൽ ജോർജിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ പോകുമ്പോൾ അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് അതെല്ലാം കേൾക്കിയിരുന്നു. കാര്യം അഭിഷേക സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. ചില ആൾക്കാരിങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ ഒരു റിപ്പോർട്ടിങ് പോലെ പറയും, അവർക്ക് അഭിഷേകമില്ല, അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ അവരിങ്ങനെ പറയണമെന്നേ ഉള്ളൂ, അതിൻ്റെ അകത്ത് അഭിഷേകം ഉണ്ടാകത്തില്ല. കാര്യം അവർ പ്രാർത്ഥിച്ച് പറയുകയോ അല്ലെങ്കിൽ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് കൊണ്ട് കർത്താവിൻ്റെ വചനം കൂടുതൽ പ്രചരിക്കണമെന്നോ വിശ്വാസമില്ലാത്തവർക്ക് വിശ്വാസം ഉണ്ടാകണമെന്നോ ഒക്കെ അങ്ങനെ ആഗ്രഹിക്കാതെ പ്രേക്ഷിത ചൈതന്യമില്ലാതെ ചുമ്മാ കിട്ടിയ ഒരു അനുഭവം അങ്ങനെ പങ്കുവെക്കണം. അതിന് അഭിഷേകമാണ്. കേൾക്കുമ്പോൾ അറിയാം, അതിന് അനോയിൻറ്റിങ് അല്ല, ചുമ്മാ ഒരു റിപ്പോർട്ടിങ്ങാണ്, ഈവൻസ് റിപ്പോർട്ടിങ്ങാണ്, അവർക്ക് കിട്ടിയ രോഗസൗഖ്യം. അപ്പം അതിൻ്റെ വരണത് അതിൻ്റെ സാക്ഷ്യം ഇവിടെ അവനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്കൊരു അഭിഷേകം കിട്ടി. അപ്പം ഞാനത് ഇവിടുത്തെ ശുശ്രൂഷ ബ്ലോക്ക് ചെയ്തിട്ട് ഞാൻ അതിനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താ വെച്ചാൽ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച സാധനം ഇപ്പോൾ അവൻ പറയുമെന്ന്. അതാണ് ഞാൻ നിന്നത് കളാൻ. നീ ആഗ്രഹിച്ചുകൊണ്ട് നടന്ന ഒരു കാര്യം അവനിപ്പോൾ പറയുമെന്ന്. അപ്പോൾ ഞാനത് ഇവനെന്താണ് പരിശുദ്ധാത്മാവിൽ പറയാൻ പോകണമെന്ന് നോക്കിയപ്പോൾ അവൻ പറയുമായിരുന്നു, എൻ്റെ ആസ്തി എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ആഗ്രഹമാണ്. 2 കാര്യമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസം, രണ്ടാമത്തത് എന്താണ്? ആഗ്രഹം. എന്ന് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി ധ്യാനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ആഗ്രഹത്തിന് മേൽ അഭിഷേകം മേടിച്ചാൽ ഉടമ്പടി സാക്ഷാത്കരിക്കപ്പെടുമെന്ന്. മനുഷ്യന് ആഗ്രഹമില്ലേ? ഈ ആഗ്രഹം ആണ് ഇതിൻ്റെ അകത്ത് ഇന്ധനമെന്ന് പറയണത്. ശരിക്കും ഇപ്പോൾ ഈ വണ്ടിക്ക് പെട്രോൾ പോലെയാണ് ഒരു വ്യക്തിക്ക് ആഗ്രഹം എന്ന് പറയണത്.
ആഗ്രഹം, അപ്പം നിങ്ങളോർക്കും അത്യാഗ്രഹമല്ലയോ? അങ്ങനെയല്ല. നിനക്ക് രക്ഷപ്പെടാൻ പറ്റിയ ആഗ്രഹങ്ങൾ നിൻ്റെ ഉള്ളിൽ തരണം നിൻ്റെ ദൈവം തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? നീ ഇടത്തോട്ടോ വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിൽ നിന്ന് ഒരു സ്വരം കേൾക്കുമെന്ന് പറഞ്ഞില്ലേ? ഇതാണ് ഈ ആഗ്രഹം എന്ന് പറയണത്. ആ ആഗ്രഹം മാനുഷികമാണോ ദൈവികമാണോ എന്ന് നോക്കുന്നത് ഡിസേൺമെൻറ്റാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയും, നിങ്ങൾ മുന്നോട്ട് പോവുക, ഉടമ്പടിയോടെ മുന്നോട്ട് പോവുക, നമുക്ക് നോക്കാം, ലെറ്റ് സി എന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്യത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ വളരെ ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്, നിങ്ങൾ UK പോകണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, നീ ബിലോ ആവറേജ് ആണല്ലോ, നിൻ്റെ ഫൊണറ്റിസ്റ്റ് എവിടെ ഇല്ലല്ലോ, നിനക്ക് നിൻ്റെ പ്രൊണൗൺസിയേഷൻ ഇല്ലല്ലോ, നിൻ്റെ സ്പീക്കിങ്ങിന് നിൻ്റെ മുടിയിൽ നിന്ന് പോകുമല്ലോ എന്ന് പറഞ്ഞ് നീ പോകണ്ട എന്ന് ഞാൻ പറയത്തില്ല. ഞാൻ പറയും നീ പോകുമോളെ എന്ന് പറയും, നീ പോയിക്കോളും, മുമ്പോട്ട് പോകും, നമുക്ക് നോക്കാമെന്ന് പറയും. എന്നിട്ട് ഞാൻ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്ത് തരും. മിനിമം ആഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഫെയ്ത്ത് ബൂസ്റ്റ് ചെയ്താൽ മതി. അങ്ങനെ വരുമ്പോൾ നിനക്ക് ദൈവം കാര്യം ഇത് എപ്പോഴും ഉടമ്പടി വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഉടമ്പടിയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എല്ലാ ധ്യാനത്തിലും പറയാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റത്തില്ല. Ephesians 2:8 കൊട്ട് ചെയ്യാതെ ഉടമ്പടി ധ്യാനം നടത്താൻ പറ്റും. കാര്യം ഇതിൻ്റെ ബേസ് അതാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് കർത്താവിൻ്റെ വചനമാണ്. കർത്താവ് പറഞ്ഞതാണ്. എന്താണ്? നിൻ്റെ നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യത കൊണ്ടല്ല, പിന്നെ എന്താണ്? എൻ്റെ കൃപ കൊണ്ട്. അപ്പോൾ യോഗ്യത എന്ന് പറയുന്നത് ചില സമയത്ത് യോഗ്യത എങ്ങനെയാണെന്ന്, യോഗ്യത കുറയണമെന്നല്ല മക്കളെ പ്രശ്നം, സാമ്പത്തിക ഒരു യോഗ്യതയാണ്. ഇപ്പം അതുൽ ജോർജിൻ്റെ പ്രശ്നം എന്താണ്? അവന് UK പോകണം, ഉപരിപഠനം നടത്തണം. പക്ഷെ അവൻ്റെ പ്രോബ്ലംസ് അവൻ്റെ അയോഗ്യത എന്തൊക്കെയാണ്? ഒന്ന്, ആകപ്പാടെ ഉള്ളത് അവൻ്റെ ആസ്തി എന്താണ്? അവൻ്റെ ആസ്തി എന്ന് പറയണത് ആഗ്രഹം മാത്രമാണ്, വെറും ആഗ്രഹം. അതായത് ഒന്നുമില്ല, മറ്റ് സാമ്പത്തിക സെറ്റപ്പോ ഒന്നുമില്ല, ആഗ്രഹം മാത്രമേ ഉള്ളൂ. UK പോയി ഉപരിപഠനം നടത്തണം, അതേ ആഗ്രഹമുള്ളൂ. പിന്നെ ഉള്ളതെന്ന് അതിനെന്താ ഉള്ളത്? അതിന് അടിസ്ഥാനം എന്താ? വിശ്വാസം. ദൈവം എന്നെ ഏറ്റെടുക്കും. അതെന്ത് ദൈവമാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിൻ്റെ മേലും സ്ഥലത്തിൻ്റെ മേലും അധികാരിയായ ദൈവം. അതാ ഒന്ന് പറഞ്ഞ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സമയത്തിന്റെ മേലും സ്ഥലത്തിന്റെ മേലും അധികാരിയായ ദൈവമാണ് എൻ്റെ അവകാശം. അപ്പോഴേ ഇതിലാണ് നമ്മൾ ആശ്രയം വെക്കുന്നത്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവനെന്താ ചെയ്യും? ആദ്യം എന്ത് ചെയ്യും? അവന് ആ വിശ്വാസമുണ്ട്, പിന്നെ എന്ത് ചെയ്യും? ആഗ്രഹമുണ്ട്. രണ്ട് കാര്യമാണ് അവൻ പറയുന്നുണ്ട്. എനിക്ക് രണ്ട് വിഷയമാണ് എനിക്കുള്ളത്. ഒന്ന് വിശ്വാസമുണ്ട് എനിക്ക്, പിന്നെ എന്താണ് എനിക്കുള്ളത്? ആഗ്രഹമുണ്ട്. അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്ക് ചെയ്യുമ്പോൾ ആണ് ഞങ്ങളെല്ലാവരും ഉടമ്പടി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിശ്വാസത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് നിങ്ങൾ അവലംബിച്ചിരിക്കുന്ന ആസ്പദങ്ങളെല്ലാം ടോർപ്പഡോ ചെയ്യും. അതല്ല ഞാനിപ്പോൾ ചെയ്തത്. ഇതൊരു ഓപ്പറേഷനാണ്, സുവിശേഷ പ്രഘോഷ ഒരു ഓപ്പറേഷനാണ്. അതായത് നിങ്ങളുടെ ഉള്ള വിശ്വാസം കറക്റ്റ് ഷാർപ്പൺ ചെയ്യാൻ വേണ്ടി, ദൈവത്തിലേക്ക് മാത്രമാക്കാൻ വേണ്ടി നിങ്ങൾ ആശ്രയം വച്ചിരിക്കുന്ന എല്ലാ ആസ്പദങ്ങളെന്ന് പറയുന്നത് എന്താണ്? ആശ്രയം വച്ചിരിക്കുന്ന പണം, വീട്, ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, മെറിറ്റുകൾ, മാർക്ക്, നിങ്ങളുടെ കലിബർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാത്തിനും ടോർപ്പഡോ ചെയ്ത് കളയും. എന്താ കാര്യം? നിങ്ങളെ ഫുള്ളായിട്ട് ദൈവത്തിലേക്ക് പതുക്കെ മൂവ് ചെയ്ത്, ഇതൊരു ഓപ്പറേഷനാണ് ശരിക്കും. നിങ്ങൾ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ദൈവത്തെക്കാൾ പ്രാധാന്യമായിട്ട് വേറെ നിങ്ങളുടെ മെറിറ്റിൽ ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് പലപ്പോഴും സ്ലോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ സ്ഥിര യോഗ്യത, ബുദ്ധി, ശക്തി, വിദ്യാഭ്യാസം, നിങ്ങളുടെ മാർക്ക്, റാങ്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, ഇങ്ങനെയുള്ള സ്ഥിര യോഗ്യതകളില്ലേ? സ്ഥിര യോഗ്യതയിൽ അതാണ് മെറിറ്റെന്ന് ബൈബിൾ പറയണത്. ഈ മെറിറ്റിൽ റിലേ ചെയ്ത് കഴിഞ്ഞാൽ
റിലേ ചെയ്യാൻ പാടില്ലെന്നല്ല, റിലേ ചെയ്യാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം വരാൻ പോണത്, മെരിറ്റ് നിങ്ങളെപ്പോലുള്ള ഒത്തിരി പേർക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ. മനസ്സിലായില്ലേ? 80 സീറ്റ് ഉണ്ടെങ്കിൽ 800 പേര് മെരിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രസക്തി? 80 സീറ്റേ ഉള്ളൂ, അതിന് 800 പേരുടെ മെരിറ്റുള്ള 800 പേരുണ്ട്. പിന്നെ നിങ്ങളെ തന്നെ സെലക്ട് ചെയ്യണമെന്ന് എന്താ നിർബന്ധം? ഒരു നിർബന്ധമില്ല. അവിടെ വെച്ച് നിങ്ങളുടെ മെരിറ്റ് പൊളിയും. അതുകൊണ്ട് ആവശ്യമില്ല ഓവർ കോൺഫിഡൻസ് അപ്പോൺ ദി മെരിറ്റ്. ഉടമ്പടിയിൽ നമ്മൾ ട്രിം ചെയ്ത് കളയേണ്ടതാണ്. അത് എന്നിട്ട് നിങ്ങൾ മുട്ടി നിൽക്കണം. കർത്താവേ, എൻ്റെ കോൺഫിഡൻസ് നിന്നിലാണ്, ഇതിന് എന്ത് സംഭവിച്ചത്? ഇതിന് നമ്മൾ ഉടമ്പടി വരണത്, ഇതിൻ്റെ അകത്ത് മെരിറ്റ് എന്തുമാത്രം കുറയുന്നു. മെരിറ്റ് കുറയണതല്ല പ്രശ്നം. നമ്മുടെ പ്രോബ്ലം ഒരു ഈവൻ്റ് ഹാപ്പൻ ചെയ്യുക, അത് ദൈവിക നടപടിക്രമം ഉണ്ടാകുക, ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് മെരിറ്റ് കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നെ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. ഉടമ്പടി ബേസിക്കായിട്ടൊരു പുതിയ സബ്ജക്റ്റാണ്. അത് നമ്മൾ നൊവേനയും ജപമാലയും അതുപോലെ മറ്റ് പ്രാർത്ഥനാ രീതികൾ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതെല്ലാം സിംഗിൾ എഡ്ജഡ് പ്രെയറാണ്. ഉടമ്പടി ഒരു ഡബിൾ എഡ്ജഡ് ആയിട്ടുള്ള പ്രെയറാണ്. നിന്നെ ഒരു കക്ഷിയാക്കുന്നു, ദൈവം വേറൊരു കക്ഷിയാണ്. ഉഭയകക്ഷിയായിട്ടുള്ള ഒരു ബെർത്ത് ഉടമ്പടി എന്ന് വെച്ചാൽ ഒരു റിലേഷനിലേക്ക് നീ വരികയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം താത്വികമായി മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇപ്പം അച്ഛൻ എന്താ പറഞ്ഞത്? ഇപ്പം നിങ്ങൾ മെരിറ്റിൽ റിലൈസ് ചെയ്യരുത്, അല്ല, നിങ്ങളുടെ മെരിറ്റിൽ റിലൈസ് ചെയ്ത് നിങ്ങൾ സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വസ്തുവിന് കടമാണ്, അതുകൊണ്ട് എനിക്ക് ബാങ്കിൽ ലോൺ കിട്ടണില്ല. അങ്ങനെ നിങ്ങൾ അപ്പോൾ കടങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങൾ നടത്തും. അപ്പോൾ സോ ദാറ്റ് ബാങ്കുകാരൻ നമുക്ക് ലോൺ തരുമല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നിട്ട് മാനസികമായി നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യും. പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ, ഇതിനേക്കാൾ മെച്ചമായിട്ട് ദൈവത്തിന് ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ദൈവത്തെ എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വിഷയത്തിൽ കക്ഷി ചേർക്കണം? അതാണ് ഉടമ്പടി അന്വേഷിക്കുന്ന പ്രഥമമായിട്ടുള്ള കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ മെരിറ്റ് കുറയുന്നു. ശ്രദ്ധിക്കുക, മെരിറ്റ് മീൻസ് യോഗ്യത കുറയുന്നു എന്ന് പറയുന്നത് ഉടമ്പടിയിൽ ഒരു മെരിറ്റല്ല. ഉടമ്പടിയെ മെരിറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യോഗ്യത ഒരു 35% കുറഞ്ഞാൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? അത് എൻക്രീസ് ചെയ്യണം. മനസ്സിലായില്ലേ? അതിങ്ങനെ ബ്ലാങ്കായിട്ട് കിടക്കരുത്. നിങ്ങളുടെ മെരിറ്റ് ഇല്ലെന്ന് പറഞ്ഞിട്ട് വായിട്ട് നോക്കിയിരിക്കരുത്. മെരിറ്റ് കുറഞ്ഞു, അത് 35% ആയെന്ന് വിചാരിച്ചോ. നിങ്ങൾക്ക് വേണ്ടത്ര മാർക്കില്ല, നിങ്ങൾക്ക് സ്പീക്ക് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾക്ക് ബോഡി വെയിറ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണില്ല, നിങ്ങൾ പെർപ്ലക്സ്ഡ് ആണ്, നിങ്ങൾ വേർതിരിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾ കൈ വേർക്കുന്നു, നിങ്ങൾ ബബിൾ ചെയ്യുന്നതനുസരിച്ച് എല്ലാം നെഗറ്റീവ് മാർക്ക് അടിച്ച് വരുന്നു, നിങ്ങൾക്കിതിന് മെരിറ്റ് ഇല്ല. ഓക്കെ, പക്ഷേ അതുകൊണ്ട് കഥയില്ല. നിങ്ങൾക്ക് മെരിറ്റ് കുറഞ്ഞ് 90-35% മെരിറ്റ് ചുരുങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 65% എൻകറേജ് ചെയ്യണം. ഉടമ്പടി ഒരു മാത്തമാറ്റിക്കൽ പ്രെയറാണ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനാണിത്. അതായത് 65% നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് 30% മെരിറ്റുള്ളൂ, ദൈവം എന്നെ സഹായിച്ചോളൂ എന്ന് പറഞ്ഞിരിക്കരുത്. ഈ മെരിറ്റ് 35% ഉള്ളൂ എങ്കിൽ ബാക്കി 65% ബ്ലാങ്ക് അല്ലേ? ഈ ബ്ലാങ്കിലേക്ക് നിങ്ങൾ വരപ്രസാദം നടക്കണം. മനസ്സിലായില്ലേ? അത് എൻകറേജ് ചെയ്യണം. കാര്യം ബൈബിൾ എപ്പോഴും നിൽക്കുന്ന നമ്മുടെ ശക്തിയും കൃപയും ഏതാണ്ട് ഒരേ ലെവലിലാണ്. അതായത് ശക്തിയിൽ നിന്നാണ് കൃപ വരുന്നത്, കൃപയിൽ നിന്നാണ് ശക്തി വരുന്നത്, കൃപയും ശക്തിയും ഒന്നാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇനിയും പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ ഒരു കാര്യം സത്യമാണ്, കൃപ പറയുന്നിടത്ത് വെച്ച് ദൈവവചനം ശക്തിയെക്കുറിച്ചും സംസാരിക്കും. മനസ്സിലായില്ലേ? കൃപയെക്കുറിച്ച് പറയുന്നിടത്ത് വെച്ച് ദൈവം ശക്തിയെക്കുറിച്ചും സംസാരിക്കും. ശക്തി എന്ന് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് 2 കൊറിന്തോസ് വായിച്ചോളൂ 12:9. സ്തുതിക്കട്ടെ ഹല്ലേലൂയ യേശുവേ സ്തോത്രം. 2 കൊറിന്തോസ് 12:9 വായിച്ചോളൂ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞേ, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി
ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഈ വാക്ക് ഒന്നിനു പറഞ്ഞ് എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ശക്തി പ്രകടമാകണത് എന്നല്ല പറയണത്. എന്താണ് ശക്തി? അതിൻ്റെ ഫുൾ സ്വിങ്ങിൽ പൂർണ്ണ തോതിൽ പ്രവർത്തിക്കുന്നത് എവിടെ വെച്ചാണ്? ബലഹീനതയിലാണ്. ബലഹീനത എന്ന് പറയുമ്പോൾ ഉടമ്പടി ഭാഷയിൽ എന്താണ്? മെറിറ്റ്ലെസ്സാണ്, യോഗ്യത കുറഞ്ഞിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകണമെന്ന് പറയുമ്പോൾ മെറിറ്റ് കുറയുമ്പോഴാണ് അതനുസരിച്ചുണ്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അത് രണ്ടും ഒന്നാണ്. എഫെസ്യസ് 2:8, 2 കൊരിന്ത്യസ് 12:9 സെയിമാണ്. വൺ ആൻഡ് സെയിം, കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യേണ്ട വചനങ്ങളാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ മെറിറ്റിന് അവിടെ എഫേസ്യൻസിൽ പറഞ്ഞത് എന്താണ്? മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ മെറിറ്റ് എഫേസ്യൻസിൽ 2:8 മെറിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇനി മെറിറ്റ് കുറവാണ് എന്ന് പറയുന്നതിന് പകരം കൊരിന്ത്യൻസ് എന്താ പറയണത്? ബലഹീനതയിലാണ് എന്ന് പറയും. അവിടെ മെറിറ്റ് ഇല്ല എന്നർത്ഥം അല്ലേ? അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ബലഹീനതയിൽ എന്താ സംഭവിക്കാൻ സാധ്യതയുള്ളത്? ബലഹീനതയിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ബലഹീനതയിലാണ്. ഒന്ന് പറഞ്ഞേ, ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി. അത് ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി പ്രവർത്തിക്കുന്നത്. അപ്പോഴേ നമ്മൾ അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയും, when I am weak then I am strong. ഇൻ കേസ് നിങ്ങൾക്ക് മെറിറ്റ് കുറയുന്നു അല്ലേ, മെറിറ്റ് യോഗ്യത കുറയുന്നു, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യോഗ്യത കുറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നിങ്ങളതിന് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഗ്രേസ് കൂട്ടിയെടുക്കണം. മനസ്സിലായോ? ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെച്ചാൽ ഏതെങ്കിലും വിഷയത്തിൽ ഇപ്പോൾ അതുലിൽ ജോർജിൻ്റെ സാക്ഷ്യമെങ്കിലും വരണം. എന്താണെന്നറിയാവോ? ഇവൻ ഓൺലൈൻ ഉടമ്പടി എടുക്കും. ഓൺലൈൻ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാണ് ഈ ദിവസങ്ങളിലൊക്കെ വന്നിട്ട്. ഓൺലൈൻ എടുക്കുന്ന ഉടമ്പടിയിലെല്ലാം അമ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഉടമ്പടി എടുക്കണം. പിന്നീട് തീർത്ഥാടന ഉടമ്പടി എടുക്കണം. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. ഓൺലൈൻ ഉടമ്പടി, നിങ്ങൾ ഏത് അന്റാർട്ടിക്കയിലായിരുന്നാലും എടുക്കാൻ പറ്റുന്ന ഓൺലൈൻ ഉടമ്പടി. അമ്മയുടെ സന്നിധിയിലേക്ക് വന്നെടുക്കുന്നതാണ് തീർത്ഥാടന ഉടമ്പടി. അപ്പോൾ അതിനാദ്യം എടുത്ത ഓൺലൈൻ ഉടമ്പടിയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഇവന് ഓഫർ ലെറ്റർ വന്നു, കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു. അത് ഞാൻ ഞെട്ടിച്ചു പോയി. പക്ഷേ പിന്നെന്താ പ്രോബ്ലം? അടുത്ത പ്രോബ്ലം എന്താണ്? അടുത്ത പ്രോബ്ലം കണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ ഒരു 60 ലക്ഷം രൂപ അടക്കണം. അതാണ് കണ്ടീഷണൽ ഓഫർ ലെറ്റർ എന്ന് പറയണത്. യൂണിവേഴ്സിറ്റി കൊണ്ട് 60 ലക്ഷം രൂപ അടക്കണം. 60 ലക്ഷം രൂപ അടക്കാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവിടെ മെറിറ്റ് ഇല്ല. അവിടെ അതാണ് നമ്മൾ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ യോഗ്യതയില്ല. അതുകൊണ്ട് ഉടനെ ഇവൻ ബാങ്കിൽ പോകും. 2-3 ബാങ്കിൽ ചെന്നപ്പോൾ ബാങ്കുകാരൻ പറയണത് ഇവന് സിവിൽ പോയിൻറ്റ്സ് ഇല്ലെന്നാണ്. അതാണ് ഈ മെറിറ്റ് ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ഉടമ്പടി ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റ് ഇല്ല. സിവിൽ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരത്തെ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോയിൻറ്റുകൾ കുറവായിരിക്കും. ഇപ്പോൾ ഒരാളിന് 100 പോയിൻ്റ് കിട്ടിയാൽ മാത്രമേ, ഇപ്പോൾ എല്ലാം പോയിൻ്റാണല്ലോ, അത് കമ്പ്യൂട്ടറാണ് നിശ്ചയിക്കുന്നത്. നമ്മളുടെ എല്ലാ സാധനവും അപ്ഡേറ്റ് ചെയ്ത് കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുമ്പോൾ നമ്മുടെ പേരടിച്ചിടുമ്പോൾ തന്നെ, ആധാർ കാർഡിലൊക്കെ പേരടിച്ചിടുമ്പോൾ തന്നെ പോയിൻറ്റ്സ് പറയും കമ്പ്യൂട്ടർ. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും. പണ്ടൊക്കെ ആ ബാങ്കിൽ നിന്ന് കടമെടുത്താൽ ഈ ബാങ്കിൽ നിന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ബാങ്കിൽ നമുക്ക് ലോൺ എടുക്കുമായിരുന്നു. ഇപ്പോൾ ബാങ്കുകാരെല്ലാം കൂടി നെറ്റ്വർക്കിൽ സേവ് ആക്കി വെച്ച് കാരണം ഒരു പണിയും നടക്കത്തില്ല. ഏതെങ്കിലും നരകത്തിൽ പോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താലും ശരി, നിങ്ങൾ വരുമ്പോൾ പിടുത്തം വീഴും. അപ്പോൾ പോയിൻ്റ് കുറവായത് കാരണം ഇവൻ എന്ത് ചെയ്യും? അപ്പോൾ അവന് മെറിറ്റില്ലല്ലോ, സിവിൽ പോയിൻ്റ് കിട്ടണില്ല, 60 ലക്ഷം രൂപ വേണ്ടേ. അപ്പോൾ പോയിൻ്റ് കുറവായതുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനാണ് അച്ഛൻ മെറിറ്റെന്ന് പറയണത്. മെറിറ്റ് തീർന്നു. മെറിറ്റ് തീർന്നാൽ പിന്നെ എന്നാ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളത്? ഗ്രേസാണ്. യോഗ്യത പോയാൽ പിന്നെ എന്താ വർക്ക് ചെയ്യണത്? കൃപയാണ്. ഇതാണ് എഫെസ്യസ് 2:8 ഫോർമുല. അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിൻ്റെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതുകൊണ്ട് അതിൽ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിവിൽ പോയിൻറ്റ്സ് ഇല്ലല്ലോ, അപ്പോൾ മെറിറ്റ് ഇല്ലല്ലോ. അവൻ പിന്നെ എന്ത് ചെയ്യും? അവൻ്റെ ഓൺലൈൻ ഉടമ്പടി അവൻ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും?
അവനത് തീർത്ഥാടന ഉടമ്പടിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതെന്താണ്? ടെക്നിക്കലായിട്ട് അതായത് നമ്മുടെ ഗ്രേസ് ലെവൽ കൂടാൻ വേണ്ടിയാണ്. ഗ്രേസ് ലെവൽ അവനെ അറിയത്തില്ലത്, അവനെ ചെയ്തിരിക്കുന്ന കാര്യം പരിശുദ്ധാത്മാവിനാൽ ഗൈഡ് ചെയ്തിരിക്കുകയാണ്. അത് നമുക്ക് വിഷയത്തെക്കുറിച്ച് അറിയില്ലെങ്കിൽ അറിയണ ഒരാളുണ്ടല്ലോ, അങ്ങനെ വേറെ എന്നാ? പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുമില്ലേ? 14:26 വായിച്ചേ. ശ്രദ്ധിക്കട്ടെ ലലിയ. യോഹന്നാൻ 14:26. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഒന്നിനു പറഞ്ഞ യോഹന്നാൻ 14:26. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകൻ നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും. അപ്പോൾ ഇതൊരു വിഷയമാണ്. ഇപ്പം ചില കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ അതേസമയം തന്നെ നിന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ട്. കാര്യം 14:26. എന്താണ്? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്നാണ് ഈശോ പറഞ്ഞത്? സഹായകനാണ്. മനസ്സിലായല്ലേ? എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്നത് ആരാണ്? സഹായകനാണ്. ഈ സഹായകൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യത്തിൽ സഹായം, കുറച്ച് കാര്യത്തിൽ വേറെ നമ്മൾ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ വേറെ സ്ഥലത്ത് പോകണം, അങ്ങനെയില്ല. എല്ലാ കാര്യങ്ങളും സഹായകനാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, എപ്പോഴും ഞങ്ങളെ എല്ലാ കാര്യങ്ങളും അനുസ്മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായകനായ